അല്ലാതെ താൻ സാറിനോട് ഞാൻ പറഞ്ഞോ, സാറിന് ഏറ്റവും പ്രിയപ്പെട്ട ആള് സാറിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയുന്നുണ്ടെന്ന്. ആക്സിഡന്റ് സ്ഥലത്തുനിന്നേ സാറിനെ രക്ഷിച്ചതേ ഈ കഥ. ആ വേണ്ട വേണ്ട, പോലീസിനെ വിളിക്കണ്ട, ഞാനിപ്പോ തന്നെ പൊക്കോളാം. പെങ്ങൾ പൊക്കോ പൊക്കോ. അയ്യോ ആ ഓഫീസിൽ ചെന്ന് മര്യാദയ്ക്ക് ഇരിക്കേണ്ടതല്ലേ? ഇവിടുന്ന് പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കണമെന്ന് ഇത്രയ്ക്ക് വാശിയാണോ? അയ്യോ ദേ നേഴ്സ്. നിന്നെ ഞാൻ അടുത്തോളാടി. അത് വേണ്ടി വന്നു മോളെ. നവീനും ഗാഥയും കൂടി ഇനി ഒന്നിച്ച് ജീവിക്കുന്നത് അവന്റെ മനസ്സിന്റെ താളം തെറ്റിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിത്തുടങ്ങി. അതുകൊണ്ടാ ഡിവോഴ്സിനെ കുറിച്ച് കാര്യമായി ചിന്തിച്ചത്. പക്ഷേ ആ ഡിവോഴ്സ് നടക്കാതിരിക്കാനുള്ള കാരണവും മോള് തന്നെയാ. ഞാനോ? അതെ, ഇടയ്ക്ക് ഗാഥയുടെ വേഷത്തില് മോള് നവീന്റെ അടുത്ത് എത്താറുണ്ടല്ലോ. ആ സമയങ്ങളിൽ മോള് കൊടുക്കുന്ന സ്നേഹമാണ് ഗാഥയുടെ സ്നേഹമായിട്ട് നവീന്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത്. ഗാഥയിൽ അങ്ങനെ ഒരു ചേഞ്ച് വരുമെന്ന് പറഞ്ഞാ അവൻ കാത്തിരിക്കുന്നേ. ആ പ്രതീക്ഷ അവനുള്ളിടത്തോളം കാലം അവൻ ഈ ഡിവോഴ്സിന് സമ്മതിക്കില്ല. അല്ലെങ്കിൽ അവൻ എല്ലാ സത്യങ്ങളും അറിയണം. വേണ്ട, നവീനോടിപ്പോ ഒന്നും പറയാൻ നിൽക്കണ്ട. ചതിക്കപ്പെട്ടല്ലോ എന്നുള്ള തോന്നല് ഒരു പക്ഷേ. എല്ലാവർക്കും ആ പേടിയുണ്ടല്ലേ? പക്ഷേ അവനെ ചതിച്ച സമയത്ത് ആരും തോർത്തില്ല. അച്ഛാ മോളെ, എന്റെ മോനൊരു പാവ. അവനിപ്പോ വേണ്ടത് നല്ലൊരു ജീവിത. അവന് നല്ലൊരു ജീവിതമാർഗം ഉണ്ടാവണമെങ്കിൽ അവന് വേണ്ടത് നിന്റെ സാമീപ്യ. നീ എന്റെ മോന്റെ കൂടെ ഉണ്ടെങ്കിൽ അവനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നവീന്റെ ഭാര്യയായിട്ട് മോള് കളരിക്കിലേക്ക് വരണം. അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. എന്റെ മുന്നിലുള്ള തടസ്സങ്ങൾ എന്താന്ന് അച്ഛന് വ്യക്തമായിട്ട് അറിയാം. അതൊന്നും എനിക്ക് മറികടക്കാൻ പറ്റുന്നതല്ല. അച്ഛൻ എന്നെ കൂടുതൽ നിർബന്ധിച്ച ഞാൻ തളർന്നു പോവും. ശരി, പിന്നെ മോളുടെ ഇഷ്ടം. മോളൊന്ന് മനസ്സിൽ വെച്ചേക്കണം, മോളുടെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണ് നവീൻ. അവന്റെ ചിരിയും കളിയും കാര്യവും ഒക്കെ അവസാനിപ്പിച്ച് കാത്തിരിക്കുക അവൻ. ചിരിയോടെ അവന്റെ മുമ്പിലെത്തുന്ന നിന്നെയും പ്രതീക്ഷിച്ച്. അല്പം കനിവ് അവനോട് തോന്നുന്നുണ്ടെങ്കിൽ ആ സ്നേഹം അവന് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ കാല് തെളിയിക്കട്ടെ. എനിക്കും മോളിക്കുട്ടിക്കും തിരിച്ചു പോണോച്ചാ. നവീൻ അറിയാതെ നവീനൊന്ന് കാണുന്നുണ്ട് എനിക്ക്. മോളുവാ, അവൻ ഉറക്കുവാണെങ്കിൽ കാണാലോ. പിന്നെ മോള് വന്ന കാര്യം എന്തായാലും മാണിക്കുഞ്ഞ് അവനോട് പറയും. എപ്പോഴാ പോയത്, എന്തുകൊണ്ടാ നിൽക്കാഞ്ഞ്, അങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ടാവും. അത് സന്ദർഭത്തിനനുസരിച്ച് എന്തെങ്കിലും ഞാൻ പറഞ്ഞോളാം. ശരി അച്ഛാ, ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛമ്മ. ഈ ഗാഥപാഠം ഇത് എവിടെ പോയിരിക്കോ? സർപ്രൈസ് ഉണ്ടെന്ന് സാറിനോട് പറഞ്ഞും പോയി. ആ മോളെ, മോളിവിടെ നിൽക്ക്, ഞാൻ അകത്ത് പോയി നോക്കിയിട്ട് വരാം. മോളെ, അവൻ നല്ല ഉറക്ക. മോള് കയറിച്ചെന്ന് കണ്ടോ? മോളെ, അച്ഛൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആലോചിക്കണം. നിന്റെ കഴുത്തിൽ അവൻ കിട്ടിയ താലിച്ചരട്
നിനക്കൊരു സെക്യൂരിറ്റി ആയിരിക്കും. പക്ഷേ ആ താലി നിന്റെ കഴുത്തിൽ കിടക്കുന്ന ബലത്തിലാ പലപ്പോഴും അപകടങ്ങളൊന്നും അവനെ തൊടാത്തത്. മോള് ചെല്ല്. ഗാഥമേടം, ഗാഥമേടം നല്ല ആളാ. ഞാൻ ഈ ഹോസ്പിറ്റലിൽ തപ്പാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ലെന്നേ. എന്താ മാണിക്കുഞ്ഞ് ഇത്? നവീൻ ഓർക്കല്ലേ? എന്റെ മാഡം, ഞാൻ മാഡത്തിനെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതല്ലേ. അപ്പൊ സാർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. മരുന്നിന്റെ ക്ഷീണെല്ലാം പോയി കാണും. ഉറങ്ങിക്കോട്ടെ. മാണിക്കുഞ്ഞൊന്ന് പുറത്തേക്ക് വന്നേ. നടക്ക്. നല്ല കഥയായി. മാണിക്കുഞ്ഞെ സാറേ സാറേ എഴുതേക്ക് സാറേ. സാറേ കണ്ണൂർക്ക് സാറേ. സാറേ എഴുതേക്കുന്നേ. നവീ സാറേ, എന്താണോ? സാറിനൊരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ദേ നോക്ക് ആരാ നിൽക്കുന്നതെന്ന്. ഗാഥ, ഗാഥ താൻ സാറിനോട് ഞാൻ പറഞ്ഞോ, സാറിന് ഏറ്റവും പ്രിയപ്പെട്ട ആള് സാറിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയുന്നുണ്ടെന്ന്. ആക്സിഡന്റ് സ്ഥലത്തുനിന്നേ സാറിനെ രക്ഷിച്ചതേ ഈ കഥപടാ. മാഡം കൃത്യസമയത്ത് എത്തിയത് കൊണ്ടാ സാർ രക്ഷപ്പെട്ടത്. വാ വാ വാ, കേറി വാ. പുതിയതൊന്നും വാങ്ങിയ പോരെ കൃഷ്ണേ? അങ്ങനെ പൊട്ടിയതൊക്കെ കളയണ്ടല്ലോടി. ബന്ധങ്ങളും അങ്ങനെ തന്നെ അമ്മു. ചെറിയ വിള്ളലുകളും പൊട്ടലുകളും വന്നെന്ന് കരുതി ഉപേക്ഷിക്കാൻ പാടില്ല. ക്ഷമയോടെ ചേർത്ത് വെച്ചാ പഴയ ഭംഗി തിരികെ കിട്ടും. ഒരു ബന്ധവും ഞാൻ കൈവിടില്ല. ഇനി നിങ്ങളും. ഗാഥ, എന്തിനാ നവീൻ മരിക്കാൻ പോയത്?